നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുകയാണ്. ഗൗരവ് ഗൊഗോയിയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യാനും അവർ രാജ്യത്തെ പൗരരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ കോടതിയെ സമീപിച്ചുകൊണ്ട് വലിയ തോതിൽ അവിടെ കോളിളക്കം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുകയാണ്. നമുക്കറിയാം, ആസാമിൽ ഇനി ഹിമന്തിൻ്റെ ഒരു പരിപാടിയും നടക്കില്ല എന്ന് കണ്ടപ്പോൾ മുഖ്യ എതിരാളി ആരാണോ അയാളെ വീറ്റാക്കാൻ ഏറ്റവും നാറിയ കളി കളിക്കുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ഹിമന്തിനെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച ഇനി ലഭിക്കുമോ എന്ന് തന്നെ സംശയമാണ്. കോൺഗ്രസ് ആകട്ടെ അസാമിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. AIUDFും അതുപോലെ തന്നെ അസാം ഗണപരിഷത്തിലെ ഒരു വിഭാഗവും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ മന്ത്രിസഭ വലിയ അപകടത്തിലാണ്. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി മറ്റ് മാർഗങ്ങളില്ല. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അസാമിൽ നടക്കുന്നത്. അവിടെ തുടർച്ചയായി 2 വട്ടം BJP അധികാരത്തിൽ വന്നു. എന്നാൽ ഭരണം കുളമാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ പല MLA-മാരും വിദ്വേഷത്തിലാണ്. മന്ത്രിമാർക്ക് വരെ എതിരഭിപ്രായമുണ്ട്. ഇത് തീർച്ചയായും ഒരു വലിയ വൻ പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കും എന്ന് ഏവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുകയാണ്. ഹിമന്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി അസാമിൽ പിടിമുറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഴിമതി കേസുകളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ച് ജയിലിലേക്ക് കൊണ്ടിടും എന്ന് തന്നെ ഉറപ്പിച്ച് അസാമുകാർക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്. ഒരു വലിയ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുകയാണ്. ഒരു ഡു ഓർ ഡൈ മാച്ച് പോലെയാണ് കാര്യങ്ങൾ. ഏത് നിമിഷവും കാര്യങ്ങൾ വഷളാകും. ഹിമന്തിൻ്റെ വലങ്കയ്യായി നിന്ന 2 BJP നേതാക്കളെ താൻ ലോക്ക് ചെയ്തിരിക്കും. ഹിമന്തിനെയും ഹിമന്തിൻ്റെ കൂട്ടാളികളെയും ഞാൻ ജയിലിലേക്ക് അയക്കുമെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തരുൺ ഗൊഗോയിയുടെ പുത്രൻ പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെയല്ല എന്ന് തരുൺ ഗൊഗോയിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുള്ള ഹിമന്തിന് നന്നായി അറിയാം. BJPയിൽ ചെന്ന് കോൺഗ്രസ്സുകാരെ ജാതി തിരിച്ച് അള്ളുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി 8ൻ്റെ പണിയായി കൊടുത്തിരിക്കും എന്നാണ് ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കുന്നത്. ഇനി അസാമിൽ ഒരു BJP മന്ത്രിസഭ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്. നമുക്കറിയാം, അസാമിൽ 126 സീറ്റുകളാണ്. ഇപ്പോഴും കേവല ഭൂരിപക്ഷം BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അസാം ഗണപരിഷത്തിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് അവിടെ BJP ഭരിക്കുന്നത്. കോൺഗ്രസ് ആഞ്ഞു പിടിച്ചാൽ അവിടെ സഖ്യകക്ഷികളില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും. ലോക്സഭയിൽ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടരാവർത്തനം തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയെടുത്താൽ അത് വലിയ ഹൈപ്പിലേക്ക് മാറും എന്ന് ഉത്തമ ബോധ്യമുണ്ട്.